തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ വിജയ്. അയ്യോ, അതായിരുന്നു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ്. പൊളിറ്റിക്കൽ ട്വിസ്റ്റിൽ തമിഴകത്ത് തരംഗമായി വിജയുടെ TVK സർക്കാർ രൂപീകരണത്തിനായി തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. വലിയ ഒറ്റകക്ഷിയായെങ്കിലും 118 സീറ്റുകൾ എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്തതിനാൽ മറ്റു പാർട്ടികളെ കൂടെ കൂട്ടാനാണ് നീക്കം. നിയുക്ത MLA-മാരുമായി വിജയ് ഇന്ന് ചർച്ച നടത്തിയേക്കും. കനത്ത തോൽവി വിലയിരുത്താൻ DMK സഖ്യം യോഗം ചേരും. മനേഷ് മൂർത്തി വാർത്തകൾ വിവരങ്ങൾ ചേരുന്നു. മനേഷ്, ഗുഡ് മോർണിംഗ്. അതെന്തുമായിരുന്നു ഇന്നലെ പറ്റിയ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്സിസ് മൈൻഡിൻ്റെ ഒക്കെ ഈ പറയുന്ന വലിയ പോളിംഗ് ശതമാനം ഉയർത്തുമെന്ന് പറഞ്ഞതാണെങ്കിൽ കൂടിയും ഇന്നലെ വന്നൊരു പാർട്ടി ഒരു ചെറുവാലിക്കാരനെന്ന് വിലയിരുത്തപ്പെട്ട ഒരാൾ രാഷ്ട്രീയത്തിലെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഗാനമാകുന്ന സാഹചര്യത്തിന് നടക്ക് ഇല്ല എന്തോ കല്ലൊക്കെ പറക്കി നടക്കുന്ന കുട്ടി എന്ന് വിലയിരുത്തപ്പെട്ട ആൾ വളരെ പെട്ടെന്ന് DMK പോലെ ഷോൾവാട്ടുകളെ വൻമരങ്ങളെ അട്ടിമറിച്ച് അധികാരത്തിനടുത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ TVK സർക്കാർ ഉണ്ടാക്കുന്ന നിൽക്കട്ടെ. ഇന്നലെ എന്തോ പറ്റിയ അവിടെ മനേഷ്? ഗുഡ് മോർണിംഗ്. ഹാഷ്മി, അമൃത, ഗുഡ് മോർണിംഗ്. ഇന്നലെ ശരിക്കും നമ്മൾ മുൻപ് മുതലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് DMK-യുടെ കേഡർ വോട്ടുകൾ അവർക്ക് അനുകൂലമായി വരും, അല്ലെങ്കിൽ അണ്ണാ DMK-യുടെ വോട്ടുകൾ, പരമ്പരാഗത വോട്ടുകളൊക്കെ അവർക്കൊക്കെ ഗുണകരമായി വരുമെന്നൊക്കെ നമ്മൾ വിലയിരുത്തത് രാഷ്ട്രീയ വിലയിരുത്തലായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. വിജയ് പോകുന്നിടത്തെല്ലാം വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ആരാധകർ അത് വോട്ടായി മാറിയാൽ തമിഴ്നാട്ടിൽ ഒരു ചരിത്രമുണ്ടാകും എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു. അതുതന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയെ കണ്ടുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും 234 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യുമോ ജനങ്ങൾ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ വിജയ് എന്ന ആ ഒരൊറ്റ മുഖത്തിന് വേണ്ടി 234 മണ്ഡലങ്ങളിലും ജനങ്ങൾ കൃത്യമായി വോട്ട് ചെയ്തു എന്ന് തന്നെയാണ്. ചെന്നൈ DMK-യുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. ചെന്നൈയിലെ 16 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ചെന്നൈയിൽ വിജയിച്ചു കയറാൻ DMK-ക്ക് ആയത്. അതൊന്ന് ഉദയനിധി സ്റ്റാലിനാണ്, ഒന്ന് മന്ത്രിയായിട്ടുള്ള ശേഖർ ബാബുവാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ അടിപതറിയ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു കണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ സർക്കാർ രൂപീകരണത്തിലേക്കാണ് TVK കടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കാനുണ്ട് ഹാഷ്മി. ഗവർണർക്ക് കത്ത് അയച്ചിട്ടുണ്ട് TVK-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N. ആനന്ദ്. സർക്കാർ രൂപീകരണത്തിന് 2 ആഴ്ചത്തെ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്താണ്. ഏറ്റവും പുതിയ ഒരു വിവരമാണത്. ആ തരത്തിലുള്ള നീക്കങ്ങൾ എന്തായാലും TVK-യുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇന്നിപ്പോൾ MLA-മാരെ കാണും, നിയുക്ത MLA-മാരെ കാണും TVK അധ്യക്ഷൻ വിജയ് എന്നുള്ളത് പനയൂരിലെ അവിടെയുള്ള പാർട്ടി ആസ്ഥാനത്ത് വെച്ചായിരിക്കും കാണുക. അതിനുശേഷമായിരിക്കും മറ്റ് തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ 10 സീറ്റുകൾ കൂടി വേണം. 108 വിജയുടെ അല്ലെങ്കിൽ TVK-യുടെ സംഖ്യ എന്ന് പറയുന്നത്. 118 മാജിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരു 10 സീറ്റുകൾ കൂടി വേണം. അതിനുവേണ്ടി ഇനിയിപ്പോൾ എന്തൊക്കെ നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ കോൺഗ്രസുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 5 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ 5 സീറ്റുകൾ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് ആ തരത്തിലൊരു നീക്കം എന്തായാലും നടത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.